എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്? പ്രൊഫഷണലുകൾ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഹലോ ട്രേഡേഴ്സ്, നിങ്ങൾ ഒരു ട്രേഡ് എടുത്ത ഉടനെ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകാറുണ്ട്. കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു പോകുന്ന അനുഭവം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ടോ? പേടിക്കണ്ട, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. പ്രൊഫഷണൽ ട്രേഡർമാർ കളിക്കുന്ന ഗെയിം നമുക്കും പഠിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിലെ ബിഗ് പ്ലേയേഴ്സ്, അതായത് ബാങ്കുകളും മറ്റു ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചില സൂചനകൾ അവശേഷിപ്പിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. സ്ഥിരമായിട്ട് നഷ്ടം തരുന്ന ട്രേഡുകൾ ഒഴിവാക്കി ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പുകൾ എങ്ങനെ കണ്ടെത്താമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരൊറ്റ കൺസെപ്റ്റ് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി, നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ അടുത്ത കുറച്ച് മിനിറ്റുകൾ ശ്രദ്ധയോടെ കാണുക. നിങ്ങളുടെ ട്രേഡിംഗ് കരിയർ തന്നെ മാറ്റാൻ കഴിവുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മളിൽ ഭൂരിഭാഗം പേരും ട്രേഡിംഗ് തുടങ്ങുന്നത് ചാർട്ടിൽ ലൈൻസ് വരച്ചും പലതരം ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ചും ഒക്കെയാണ് അല്ലെ. പക്ഷെ മിക്കപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഒരു ബൈ ഓർഡർ ഇട്ടാൽ മാർക്കറ്റ് താഴോട്ട് പോകും, സെൽ ഓർഡർ ഇട്ടാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഇതിനൊരു കൃത്യമായ കാരണമുണ്ട്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നെയും നിങ്ങളെയും പോലെയുള്ള റീറ്റെയിൽ ട്രേഡർമാരെ കൊണ്ടല്ല. കോടിക്കണക്കിന് രൂപയുടെ ഓർഡറുകൾ ഒറ്റ നിമിഷം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന വലിയ സ്ഥാപനങ്ങളാണ്. അവർ വലിയ ക്വാണ്ടിറ്റിയിൽ ബൈ ചെയ്യുകയോ അല്ലെങ്കിൽ സെല് ചെയ്യുകയോ ഒക്കെ ചെയ്യും. മാർക്കറ്റിൽ ഈ ഒരു ഇംബാലൻസ് ഉണ്ടാകുന്നു. ഈ ഒരു സമയത്ത് അവർ ചില ഫുട് പ്രിന്റുകൾ ചാർട്ടിൽ ബാക്കി വെക്കാറുണ്ട്. ഈ ഒരു ഫുട് പ്രിന്റുകൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് അവരുടെ കൂടെ ട്രേഡ് ചെയ്യാൻ കഴിയും. അവർക്കെതിരെ നിന്ന് നഷ്ടം വരുത്തുന്നത് ഒഴിവാക്കാം. അത്തരത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അടയാളമാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. എന്താണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്? പേര് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവം വളരെ സിമ്പിൾ ആണ്. പ്രധാനമായിട്ടും 3 ക്യാൻഡിലുകൾ ചേർന്നാണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവുന്നത്. ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു റെഡ് ക്യാൻഡിലോ വളരെ വേഗത്തിൽ ഫോം ചെയ്യുമ്പോൾ തൊട്ടു മുമ്പത്തെ ക്യാൻഡിലിനും ശേഷമുള്ള ക്യാൻഡിലിനും ഇടയിൽ പ്രൈസിന് ശരിയായിട്ട് ട്രേഡ് നടക്കാനുള്ള ഒരു ടൈം കിട്ടാറില്ല. ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ലളിതമായിട്ട് പറഞ്ഞാൽ ഇത് സ്മാർട്ട് മണിയുടെ ഫുട് പ്രിന്റ് ആണ്. അവർ പിന്നീട് ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് തിരികെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ 2 തരം ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണുള്ളത്. ഒന്ന് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇത് പ്രൈസിന് ഒരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കും. പ്രൈസ് ഇവിടേക്ക് തിരികെ വരുമ്പോൾ മുകളിലേക്ക് പോകാനാണ് സാധ്യത. ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇത് പ്രൈസിന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കും. ഇത് പ്രൈസ് ഇവിടേക്ക് തിരികെ വരുമ്പോൾ താഴേക്ക് പോകാനാണ് സാധ്യതയുള്ളത്. അപ്പോ നമുക്ക് ഈ ഒരു ചാർട്ടിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഗ്യാപ്പുകൾ ഇവിടെ കാണാൻ കഴിയും. അപ്പൊ ചാർട്ടിൽ ഇങ്ങനെയുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടെത്താൻ നമ്മൾ 3 ക്യാൻഡിലുകൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ ക്യാൻഡിൽ 1, രണ്ടാമത്തെ വലിയ റെഡ് ക്യാൻഡിൽ 2, അതിനുശേഷമുള്ള മൂന്നാമത്തെ ക്യാൻഡിൽ 3. ഒന്നാമത്തെ ക്യാൻഡിലിന്റെ ലോ മൂന്നാമത്തെ ക്യാൻഡിലിന്റെ ഹൈയുമായിട്ട് ഓവർലാപ്പ് ചെയ്യാതെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു വിടവാണ് നമ്മുടെ ബിയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് തിരികെ വരുമ്പോൾ നമുക്കൊരു ഷോർട്ട് സെൽ അവസരം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടെത്താനും 3 ക്യാൻഡിലുകൾ വേണം. ഇത് ആദ്യത്തെ ക്യാൻഡിൽ, നടുവിലുള്ള വലിയ ക്യാൻഡിൽ, അതിനുശേഷമുള്ള ഒരു മൂന്നാമത്തെ ക്യാൻഡിൽ. ഇവിടെ നമ്മൾ ഒന്നാമത്തെ ക്യാൻഡിലിന്റെ ഹൈയും മൂന്നാമത്തെ ക്യാൻഡിലിന്റെ ലോയും തമ്മിലുള്ള ഒരു വലിയ ഗ്യാപ്പാണ് ഇവിടെ നോക്കുന്നത്. ഈ ഒരു പോയിന്റുകൾ തമ്മിൽ ഒരു വലിയ വിടവുണ്ടെങ്കിൽ അതാണ് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് ഭാവിയിൽ ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് പ്രവർത്തിക്കാനും പ്രൈസ് അവിടേക്ക് എത്തുമ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നൽകാനും സാധ്യതയുണ്ട്. സാധാരണയായിട്ട് 15 മിനിറ്റ്, ഒരു 1 അവർ പോലെയുള്ള ഇൻട്രാഡേ ടൈം ഫ്രെയിമുകളിലാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഏറ്റവും മികച്ച ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടെത്താനുള്ള ചില വഴികൾ നമുക്കിവിടെ നോക്കി പോകാം. ചാർട്ടിൽ ഒരുപാട് ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ കാണാൻ സാധിക്കും. പക്ഷെ എല്ലാം ട്രേഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഹൈ വിന്റേജ് ഉള്ളതുമായിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ ഫിൽട്ടർ ചെയ്യാനുള്ള 5 വഴികളാണ് ഇനി പറയുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിന് മുൻഗണന കൊടുക്കുക. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് രൂപപ്പെട്ട ശേഷം പ്രൈസ് ഇതുവരെ അവിടെ തിരികെ എത്തിയിട്ടില്ലെങ്കിൽ അതിനെ ഒരു അൺമിറ്റിഗേറ്റഡ് അഥവാ ഫ്രഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. ഇവയ്ക്കാണ് ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാവുക. പ്രൈസ് ആദ്യമായിട്ട് ആ ഗ്യാപ്പിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു ട്രേഡിംഗ് അവസരം കിട്ടുന്നത്. ഒരിക്കലും ഒരു പ്രൈസ് ആ ഗ്യാപ്പിൽ കയറി ടെസ്റ്റ് ചെയ്താൽ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ദുർബലമാകും. ഇനി രണ്ടാമത്തെ ടിപ്പ്, വലിയ ഗ്യാപ്പുകൾ കൂടുതൽ വിശ്വസനീയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പുകളേക്കാൾ വലിയ ഗ്യാപ്പുകൾ മാർക്കറ്റിന്റെ ശക്തമായിട്ടുള്ള ഒരു ഇംബാലൻസിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു ചാർട്ടിൽ ചെറുതും വലുതുമായിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ കണ്ടാൽ വലിയ ഗ്യാപ്പിന് മുൻഗണന കൊടുക്കുക. വലിയ ഗ്യാപ്പുകളിലേക്ക് പ്രൈസിനെ ആകർഷിക്കാനും അവിടെ നിന്നൊരു പവർഫുൾ റിയാക്ഷൻ ഉണ്ടാവാനുമുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ടിപ്പ്, പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സോൺ തിരിച്ചറിയുക എന്നുള്ളതാണ്. പൊസിഷൻ ഫിൽട്ടറിംഗ് ഒരു ട്രേഡിന്റെ പ്രോബബിലിറ്റി കൂട്ടാനുള്ള മികച്ചൊരു വഴിയാണിത്. ഒരു സിംഗ് ഹൈയിൽ നിന്ന് സിംഗ് ലോയിലേക്ക് നമ്മളൊരു ഫിബൊനാച്ചി റൂൾ വരച്ചാൽ 0.5 ലെവൽ നമുക്ക് കാണാൻ പറ്റും. വിൽക്കാൻ നല്ല അവസരമാണ് നോക്കുന്നതെങ്കിൽ 0.5 ലെവലിന് മുകളിലുള്ള ഒരു പ്രീമിയം സോണിൽ വില കൂടിയ ഏരിയ വരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ തിരഞ്ഞെടുക്കുക. വാങ്ങാനുള്ള ഒരു അവസരമാണ് നോക്കുന്നതെങ്കിൽ 0.5 ലെവലിന് താഴെയുള്ള
ഡിസ്കൗണ്ട് സോണിൽ അവർ വില കുറഞ്ഞ ഏരിയയിൽ വരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പുകൾക്ക് മുൻഗണന നൽകുക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട ലെവലുകൾ ശ്രദ്ധിക്കുക. ബി അവെയർ ഓഫ് കീ ലെവൽസ്. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രധാനപ്പെട്ട സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലിന് തൊട്ടടുത്താണ് രൂപപ്പെടുന്നതെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ പ്രൈസ് ഫെയർ വാല്യൂ ഗ്യാപ്പിനേക്കാൾ അവർ കീ ലെവലിനോട് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എപ്പോഴും മാർക്കറ്റിന്റെ ഹയർ ടൈം ഫ്രെയിമിൽ പിക്ചർ മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. ഏറ്റവും അവസാനത്തെ ടിപ്പ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷമുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കൺഫർമേഷൻ. മാർക്കറ്റ് ഒരു ട്രേഡിൽ പോകുമ്പോൾ അപ് ട്രെൻഡിൽ മുമ്പത്തെ ഹൈ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ മുമ്പത്തെ ലോ ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അഥവാ BOS എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം ട്രെൻഡിന്റെ ഡയറക്ഷൻ രൂപപ്പെടുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പുകൾക്ക് വളരെ ഉയർന്ന വിജയ സാധ്യതകളുണ്ട്. കാരണം നിലവിലുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള ഒരു സ്ട്രോങ് സിഗ്നൽ ആണ്. അപ്പൊ ഈ ഒരു 5 ടിപ്സ് നിങ്ങൾക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകി എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെയുള്ള പ്രൊഫഷണൽ ട്രേഡിംഗ് കൺസെപ്റ്റുകൾ മലയാളത്തിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാനുള്ള വലിയൊരു മോട്ടിവേഷൻ ആണ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളത് കൂടി നമ്മളൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉപയോഗിച്ച് എങ്ങനെ എൻട്രി എടുക്കാം എന്നുള്ളതാണ്. സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം, ടാർഗറ്റ് എങ്ങനെ ബുക്ക് ചെയ്യണം, ഇവയെല്ലാം നമുക്ക് നോക്കാം. എൻട്രി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടാൽ പ്രൈസ് അവിടേക്ക് തിരികെ വരാൻ ക്ഷമയോടെ കാത്തിരിക്കുക. പ്രൈസ് ഗ്യാപ്പിലേക്ക് കയറുമ്പോൾ തന്നെ ചാടിക്കയറി ഓർഡർ ഇടരുത്. പ്രൈസ് അവിടെ എത്തിയ ശേഷം റിവേഴ്സൽ ആവുന്നതിന്റെ ലക്ഷണങ്ങൾ, അതായത് ഒരു റിജക്ഷൻ ക്യാൻഡിലൊക്കെ കണ്ടതിന് ശേഷം മാത്രം എൻട്രി എടുക്കുന്നതാണ് സേഫ്. സ്റ്റോപ്പ് ലോസ് നോക്കുകയാണെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് ആണ് ഏറ്റവും പ്രധാനം. ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിന് തൊട്ട് താഴെ വെക്കുക. ബെയറിഷ് ആണെങ്കിൽ ഗ്യാപ്പിന് തൊട്ട് മുകളിലും വെക്കുക. ഒരു ട്രേഡിംഗിലും നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ 1 to 2% കൂടുതൽ റിസ്ക് എടുക്കാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രോഫിറ്റ് എവിടെ ബുക്ക് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും എളുപ്പമായ വഴി തൊട്ട് മുമ്പുള്ള പ്രധാനപ്പെട്ട ഹൈ അല്ലെങ്കിൽ ലോ ടാർഗറ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന റിസ്കിന്റെ ഇരട്ടിയെങ്കിലും 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രോഫിറ്റ് ലക്ഷ്യമാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇനി നിങ്ങളുടെ ട്രേഡ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ടെക്നിക് കൂടി നമുക്കൊന്ന് പഠിച്ചു പോവാം. ഇവിടെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമും അതുപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമും, അതായത് 4 മണിക്കൂറും 15 മിനിറ്റും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം 4 മണിക്കൂർ പോലെയുള്ള ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിന്റെ മെയിൻ ട്രെൻഡ് എങ്ങോട്ടാണെന്ന് കണ്ടെത്തുക. ഈ മെയിൻ ട്രെൻഡിന്റെ ഡയറക്ഷനിലുള്ള ഒരു ഫെയർ വാല്യൂ ഏരിയ മാർക്ക് ചെയ്യുക. അതിനുശേഷം 15 മിനിറ്റ് പോലെയുള്ള ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറുക. പ്രൈസ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ഹയർ ടൈം ഫ്രെയിം സോണിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു എൻട്രി സിഗ്നൽ ആയിട്ട് കാത്തിരിക്കാം. ഈ രീതിയിൽ നമ്മൾ വലിയ ട്രെൻഡിന്റെ ഒഴുക്കിനൊപ്പം ലോവർ ടൈം ഫ്രെയിമിൽ ഒരു പെർഫെക്റ്റ് എൻട്രി പോയിന്റ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇത് ട്രേഡിന്റെ വിൻ റേറ്റ് കാര്യമായിട്ട് വർദ്ധിപ്പിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഫെയർ വാല്യൂ ഗ്യാപ്പ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെങ്കിലും 100% വിജയം നമുക്ക് അങ്ങനെ ഉറപ്പ് നൽകാനൊന്നും പറ്റില്ല. ഒരു ഹോളി ഗ്രേഡ് സ്ട്രാറ്റജി ഒന്നുമല്ല. മാർക്കറ്റിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജിയും ഇല്ല. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മയിൽ വെക്കുക. ഫെയർ വാല്യൂ ഗ്യാപ്പ് മാത്രം നോക്കി ട്രേഡ് ചെയ്യരുത്. മാർക്കറ്റ് സ്ട്രക്ചർ, ലിക്വിഡിറ്റി, ഓർഡർ ബ്ലോക്കുകൾ തുടങ്ങി മറ്റ് കൺഫർമേഷനുകൾ നമ്മൾ തീർച്ചയായിട്ടും കമ്പൈൻ ചെയ്യണം. കൃത്യമായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ ഒരു ട്രേഡും എടുക്കരുത്. ക്ഷമയാണ് ഒരു ട്രേഡോടെ ഏറ്റവും വലിയ പവർ. ദിവസവും ഒരുപാട് ട്രേഡുകൾ ചെയ്യുന്നതല്ല, 1-2 സെറ്റപ്പുകൾ കാത്തിരുന്ന് ട്രേഡ് ചെയ്യുന്നതിലാണ് വിജയം. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നും അത് എങ്ങനെ ചാർട്ടിൽ കണ്ടെത്താമെന്നും എങ്ങനെ മികച്ച ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫിൽട്ടർ ചെയ്യാമെന്നും നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഉപയോഗിച്ച് ഒരു പ്രൊഫഷണൽ ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാ കമന്റുകൾക്കും ഞാൻ മറുപടി തരുന്നതാണ്. അടുത്തായിട്ട് ഓർഡർ ബ്ലോക്കുകളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും കമന്റായിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ട്രേഡർ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ട്രേഡിംഗ് ടിപ്പുകൾക്കും സ്ട്രാറ്റജികൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.